വീണ ജോർജിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു തരത്തിലുമുള്ള ആക്രമണവും നടത്തിയിട്ടില്ല. അതായത് വീണ ജോർജിന്റെ ശരീരത്തിൽ പോലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൊട്ടിട്ടില്ല എന്ന് ഇന്നലെ തന്നെ പുറത്തു വന്ന ചാനൽ ദൃശ്യങ്ങളിലെല്ലാം തന്നെ വ്യക്തമാണ്. കൂടാതെ ഇന്നിതാ RPF പറഞ്ഞിരിക്കുന്നു, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ ജോർജിന്റെ അടുത്തേക്ക് പോലും പോയിട്ടില്ല, പിന്നെ എങ്ങനെ അവർ വീണ ജോർജിനെ ആക്രമിക്കുമെന്ന് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ചോദിക്കുന്നുണ്ട്. അതോടുകൂടി ഇന്നലെ CPM എഴുതി തയ്യാറാക്കിയ ആ തിരക്കഥ വെറും കള്ളത്തനമാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. കൂടാതെ ഒരു അസാമാന്യമായ അഭിനയമാണ് ഇന്നലെ വീണ ജോർജ് കാഴ്ചവെച്ചത്. നമുക്കറിയാവുന്ന കാര്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ ജോർജിനെ ഫോൺ വിളിച്ചപ്പോഴാണ് കഴുത്ത് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്. അത് ഒരു പ്രതിഷേധത്തിനിടെ, അതായത് വീണ ജോർജ് ഒരു മന്ത്രി എന്ന നിലയിൽ കാണിക്കേണ്ട കുറച്ച് സാമാന്യ മര്യാദയുണ്ട്. ആ മര്യാദ ഒന്നും തന്നെ വീണ ജോർജ് കാണിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം വീണ ജോർജിന് നേരെ ഒരു പ്രതിഷേധം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു.